പതിനായിരക്കണക്കിന് വർഷങ്ങൾ ആനകളുടെ ഒപ്പം നടന്നാണ് പാലകാപ്യമണി മാതംഗലീല രചിച്ചത്. ആനകളുടെ സർവ അംഗോപാംഗ ലക്ഷണങ്ങളും അഭിസംബോധന ചെയ്യുന്ന ഗ്രന്ഥം ആണത്. മാതംഗലീല പ്രകാരം ഒരു ഗജവീരന് വേണ്ട സർവ്വലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഗജരാജൻ, കോടനാടൻ കാടിൻ്റെ കിടുകിടിലൻ ഉരുപ്പടി. അത് മറ്റാരുമല്ല, ആനപ്രേമികളുടെ ഹൃദയ ശ്രീകോവിലുകളിൽ തൻ്റെ ആകാരഭംഗി കൊണ്ട് ഇടം പിടിച്ച ഗജരാജ വിഗ്രഹം ഭീമൻ രാജൻ, പാമ്പാടി രാജൻ. നമസ്കാരം, ആനയൂർ ലോകത്തിലേക്ക് സ്വാഗതം. ആദ്യമേ മംഗലാംകുന്ന് അയ്യപ്പന് ഞങ്ങളുടെ പ്രണാമം അർപ്പിക്കുന്നു. ഇന്ന് നമ്മൾ കേരള നാട്ടിലെ ഒരു സൂപ്പർ സ്റ്റാറായ ആനയുടെ ജീവിതത്തിലാണ് കടന്നു ചെല്ലുന്നത്. അത് മറ്റാരുമല്ല, പാമ്പാടി രാജൻ എന്ന ഗജരാജന്റെ ജീവിതത്തിലൂടെയാണ് കടന്നു ചെല്ലുന്നത്. പാമ്പാടി രാജന്റെ ജീവിതത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ അവൻ കടന്നു വന്ന നാൾവഴികൾ, അവനിൽ കയറിയിട്ടുള്ള പാപ്പാന്മാർ, അവരുടെയും ജീവിതം ഒരുമിപ്പിച്ചാണ് ഈ അധ്യായം തയ്യാറാക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പമുള്ള സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇനിയും ഒരുപാട് വീഡിയോകൾ ഞങ്ങളുടെ ചാനലിലുണ്ട്, അതൊക്കെ കാണുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. ഞാൻ രാജൻ, പാമ്പാടി രാജൻ. എന്നെ അറിയാത്ത ആനക്കമ്പക്കാരോ പൂരപ്രേമികളോ എന്തിന് മലയാളികൾ വരെ കുറവായിരിക്കും. ആനയും ആനക്കമ്പവും അടുത്തുകൂടി പോയിട്ടില്ലാത്തവർ വരെ ഒരാനയുടെ പേര് പറഞ്ഞാൽ പാമ്പാടി രാജനെന്ന് എൻ്റെ പേരായിരിക്കും ആദ്യം ഓർമ്മ വരിക. ഇന്ന് ആനക്കമ്പക്കാരുടെയും ഫാൻസിൻ്റെയും ഇടയിൽ രാജപദവിയോട് നിൽക്കുന്ന എനിക്കും ഒരു കഥ പറയാനുണ്ട്. ഞാനൊരു നാടൻ ആനയാണ് എന്ന് വെച്ചാൽ നമ്മുടെ മലയാള മണ്ണിൽ ജനിച്ചു വീണ സഹ്യപുത്രൻ. പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ കാട്ടിലെ കണ്ണനായി ഓടിക്കളിക്കുമ്പോൾ അമ്മ എപ്പോഴും എന്നോട് പയ്യപ്പോടാ, വല്ല കുഴിയും കാണും, അതിലോട്ട് വീണാൽ മനുഷ്യർ നിന്നെ കൊണ്ടുപോകും എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷേ കളിയുടെയും കുട്ടിക്കുറുമ്പിൻ്റെയും ലഹരിയിൽ മറ്റെല്ലാം മറന്ന് ഉല്ലസിച്ച ഒരു നിമിഷം. കണ്ണു തുറക്കുമ്പോൾ ഞാൻ കുഴിയിലായിരുന്നു. ആവുന്നത്രയും കരഞ്ഞു, ബഹളമുണ്ടാക്കി, അമ്മയെ വിളിച്ചു, കയറാൻ ശ്രമിച്ചു. പക്ഷേ ഒന്നും വിജയിച്ചില്ല. ഞാൻ കുഴിയിൽ വീണതറിഞ്ഞ് എന്നെ കൊണ്ടുപോവാൻ അമ്മ പറയുന്ന അവർ വന്നു. മനുഷ്യർ. അവർ എന്നെ കുഴിയിൽ നിന്നും കയറ്റി കൊണ്ടുപോയി. എന്നെ കൊണ്ടുപോകുമ്പോൾ നിസ്സഹായ അവസ്ഥയിൽ എന്നെ നോക്കി വിതുമ്പിയ അമ്മയെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവർ എന്നെ കോടനാട് ആന പരിശീലന കേന്ദ്രത്തിലായിരുന്നു കൊണ്ടുപോയത്. ബാല്യപാഠങ്ങളൊക്കെ അവർ എന്നെ പഠിപ്പിച്ചു. അവിടെ എനിക്ക് ബാസ്റ്റ്യൻ എന്നായിരുന്നു പേര്. ബാല്യപാഠങ്ങൾ പഠിച്ച് 3 വയസ്സുകാരനായ എന്നെ അവർ ലേലത്തിൽ വിൽക്കാൻ തീരുമാനിച്ചു. അന്ന് എന്നോടൊപ്പം മറ്റ് 11 ആനകൾ കൂടി ആ ലേലത്തിൽ പങ്കെടുത്തിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയും ഒരുപാട് ലേലം വിളികളുണ്ടായിരുന്നു. പക്ഷേ കോട്ടയം, പാമ്പാടി, മൂടങ്കല്ലുങ്കൽ MA തോമസ് എന്ന ബേബിച്ചായൻ എന്നെ മോഹവില കൊടുത്ത് തന്നെ സ്വന്തമാക്കി. പുള്ളിക്ക് എന്നെ കണ്ടപ്പോളെ വല്ലാത്തങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനായിരുന്നു ആ കുടുംബത്തിലെ ആദ്യ ആനയായി എത്തിയത്. വീട്ടിലെ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടു. ഞാൻ വീട്ടിലെ ഒരു പ്രധാന അംഗമായി മാറി. എന്നെ സ്വന്തമാക്കി ആനക്കച്ചവടത്തിലേക്ക് പ്രവേശിച്ച ബേബിച്ചായൻ പിന്നീട് 50ഓളം ആനകളെ കൈമാറ്റം നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യത്തെ കൺമണിയായ എന്നെ ആർക്കും നൽകിയിട്ടില്ല. പലരും വലിയ മോഹവിലകളുമായി വന്നിട്ടുണ്ടെങ്കിലും ബേബിച്ചായൻ അവരെ മടക്കി അയക്കും. കൗമാരകാലം കഴിഞ്ഞ് യൗവനത്തിലേക്ക് കടക്കുന്ന സമയം ബേബിച്ചായൻ എന്നെ കർണാടകയിലെ തടിക്കോപ്പുകളിൽ പണിക്കയച്ചു. അവിടെ തടികളോട് വ്രത മല്ലടിച്ചും അപ്പടിച്ചും ഞാൻ ദിവസങ്ങൾ നീക്കി. അപ്പോഴാണ് പ്രശസ്ത ആന ബ്രോക്കറും ആന ബുക്കിംഗ് ഏജൻറ്റുമായിരുന്ന ചെറായി ബാലൻ മാഷ് അവിടേക്ക് എത്തിയത്. അദ്ദേഹം
അവിടെ എത്തിയപ്പോൾ സർവ്വലക്ഷണങ്ങളുമൊത്ത ഒരാന തടിക്കൂപ്പുകളിൽ പണിയെടുക്കുന്നു. ബാലൻ മാഷാണ് എന്നെ കേരളത്തിലേക്ക് വീണ്ടും കൊണ്ടുവന്നത്. ബാലൻ മാഷ് എന്നെ കൊണ്ടുവരേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. സർവ്വലക്ഷണങ്ങളുമൊത്ത ഒരാനയെ കാത്തിരുന്ന മലയാളികൾക്ക് എന്നെ കിട്ടേണ്ട താമസം അവർ ഇരു കൈയും നീട്ടി എന്നെ സ്വീകരിച്ചു. 2001 തൃശ്ശൂർ പൂരത്തിൽ പ്രശസ്തമായ മടത്തിൽ വരവിന് എഴുന്നള്ളിക്കുന്ന 3 ആനയിൽ ഒരുവനായി എന്നെ തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞപ്പോൾ 2002 പൂരത്തിന് പകൽപൂരം കഴിഞ്ഞ് പാറമേക്കാവുകാരുടെ സ്വന്തം പരമേശ്വരൻ ചില വൈഷമ്യങ്ങൾ കാണിച്ചപ്പോൾ രാത്രി പൂരത്തിൻ്റെ ചിലമ്പ് അവർ എനിക്ക് നൽകി. അതായിരുന്നു എൻ്റെ ജാതകം മാറ്റിമറിച്ചത്. പാമ്പാടി മഞ്ഞാളി ക്ഷേത്രത്തിലാണ് ആദ്യമായി എന്നെ എഴുന്നള്ളിക്കുന്നത്. ഇന്ന് തൃശ്ശൂർ പൂരം, വൈക്കത്തഷ്ടമി, തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവം എന്നിങ്ങനെ ഒരുവിധപ്പെട്ട എല്ലാ പൂരങ്ങൾക്കും നിറസാന്നിധ്യമായി ഞാൻ മാറിക്കഴിഞ്ഞു. കർണാടകയിൽ നിന്നും തിരിച്ച് കേരളമെത്തി ആനക്കമ്പക്കാരുടെ പ്രിയങ്കരനായി മാറിയ എനിക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പൊതുവെ എന്നോട് ആരും അത്ര അടുത്തിടപഴകുന്നത് എനിക്കിഷ്ടമല്ല. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഞാൻ ആ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളൂ. ആരുടെ കയ്യിൽ നിന്ന് വേണമെങ്കിലും ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കും. പക്ഷേ ആ സ്വാതന്ത്ര്യം മുതലെടുക്കാൻ വന്നാൽ വിവരമറിയും. ഏപ്രിൽ പകുതി മുതൽ സെപ്റ്റംബർ വരെയാണ് എൻ്റെ മതപ്പാട് കാലം. സ്വതവേ മുൻകോപിയായ ഞാൻ മതപ്പാട് കാലത്ത് ഒട്ടും പിന്നോട്ടല്ല. മതക്കോളിൻ്റെ കലിയിൽ ഉറഞ്ഞു തുള്ളുന്ന നേരത്തും വീട്ടിലെ ഗ്രഹനാഥയായ ലീലാമ്മച്ചേട്ടത്തിക്ക് എൻ്റെ കയ്യിൽ വന്ന് ഭക്ഷണം തരാം. മതപ്പാട് കാലത്ത് എൻ്റെ പാപ്പാന്മാരെ എൻ്റെ 7 അയലത്ത് പോലും ഞാൻ അടുപ്പിക്കാറില്ല. പാമ്പാടി രാജനെന്ന് എന്നെ ഒരുപാട് പാപ്പാന്മാർ കൊണ്ടു നടന്നിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പാപ്പാൻ കാച്ചാംകുറിശി സ്വദേശി സതീഷാണ്. ചാലച്ചിറ രാജീവ്, മൊട്ട എന്ന പ്രശാന്ത്, രതീഷ്, സിബി എന്നിങ്ങനെ ഒരുപാട് പാപ്പാന്മാർ എന്നെ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിലും സാജൻ എന്ന പാപ്പാനാണ് അതിൽ എടുത്തു പറയേണ്ടയാൾ. മതക്കോളിൻ്റെ ആരംഭത്തിലായിരുന്ന എന്നെ സാജൻ ചേട്ടൻ അന്ന് തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിച്ചത് ഒരിക്കലും മറക്കാനാവില്ല. അതിപ്പോഴും ഒരുപാട് ആനപ്രേമികളുടെ മനസ്സിൽ മായാത്ത ചിത്രമായി നിൽക്കുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ എന്നെ മതപ്പാടിൽ കെട്ടി കർണാടകയിൽ മറ്റൊരു ആനയോടൊപ്പം തടിക്കൂപ്പുകളിൽ പണിയെടുക്കുന്നതിനിടെ ആ ആന സാജൻ ചേട്ടനെ കുത്തിക്കൊലപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏപ്രിൽ പകുതിയോടെ എൻ്റെ മതപ്പാട് ആരംഭിക്കുന്നതിനാൽ ചില വർഷങ്ങൾ തൃശ്ശൂർ പൂരത്തിൽ ഞാൻ പങ്കെടുക്കാറില്ല. ഇന്ന് ഗജരാജ ലക്ഷ്മണപ്പെരുമാൾ, കതിർവില്ലഴകൻ, ഗജരാജൻ, സഹ്യവാരണവീരൻ എന്നിങ്ങനെ ഒരുപാട് പട്ടങ്ങൾ എനിക്ക് ചാർത്തി കിട്ടിയിട്ടുണ്ട്. പാമ്പാടി രാജൻ എന്ന ഞാൻ ഇന്ന് ഉത്സവപ്പറമ്പുകളുടെ നിറസാന്നിധ്യമായി മാറിക്കഴിഞ്ഞു. ഇന്ന് മൂടങ്കല്ലുകൾ തറവാട്ടിൽ എന്നോടൊപ്പം പാമ്പാടി സുന്ദരൻ എന്ന ഒരാന കൂടിയുണ്ട്. പാമ്പാടി രാജൻ എന്ന എൻ്റെ ജീവിതത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളൂ. അതെത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മതി വരില്ല. അത് മറ്റൊരവസരത്തിലാവാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് തൽക്കാലം വിട.